അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒന്നാം ഘട്ടത്തിന് ശേഷം തുടരെ നടത്തുന്ന പ്രസ്താവനകൾ അത് ചില സാമുദായിക വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ളതും ചില സാമുദായിക വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുമുള്ളതാണ് എന്ന വ്യാപകമായ വിമർശനമുണ്ടാകുന്നു. അദ്ദേഹത്തിനെതിരെ പരാതികൾ ഉയരുന്നു. അതിൽ ഇലക്ഷൻ കമ്മീഷൻ പാർട്ടിയോട് വിശദീകരണം തേടുന്നു. ഇത്തരം പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന ഒരു പ്രതീതിയുണ്ടോ BJPക്ക് നിലവിൽ? ആദ്യത്തെ കാര്യം, പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ ഏതെങ്കിലും സാമുദായിക വിഭാഗത്തിനെതിരെയോ അവയെ ആക്രമിക്കുന്നതോ ആണെന്ന പ്രസ്താവന ശരിയല്ല. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ ഏതെങ്കിലും സാമുദായിക വിഭാഗത്തിനെതിരെയല്ല. കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുടെ, കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിലും കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിലും ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. അതല്ലാതെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അദ്ദേഹം രാജസ്ഥാനിലെ ബർസ്വാനയിലാണെങ്കിലും ജലോറിലാണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആശയത്തിൻ്റെ അപകടത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഇത് മുന്നേയുള്ള ചർച്ചകളിലെല്ലാം ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങേക്ക് വേണമെങ്കിൽ ഞാനത് ഇനിയും വിശദീകരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഞാൻ തുടക്കത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് കരുതിയതാണ്. ശ്രീ ശങ്കുട്ടി ദാസ്, ഇവിടെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. വ്യാപകമായ വിമർശനം ഉയരുന്നു എന്ന് പറഞ്ഞല്ലോ പ്രസ്താവന നടത്തുക. നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ മതവിഭാഗങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തുന്ന പ്രസ്താവന തെറ്റല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ ശരി, അതെന്റെ കാഴ്ചപ്പാട്. വ്യാപകമായ വിമർശനവും പരാതിയും ഉയരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവനവൻ ആത്മപരിശോധന നടത്തേണ്ടതല്ലേ? അല്ല, അങ്ങനെ ഉയരുന്ന ശരി, എൻ്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത്. മധു, അങ്ങനെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള ചില കോണുകളിൽ നിന്നാണ് വരുന്നത്. ആ വിമർശനങ്ങൾ ശരിയല്ല. അത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ വളച്ചൊടിക്കുന്നതും അദ്ദേഹം ഉദ്ദേശിക്കാത്ത ലക്ഷ്യങ്ങൾ അതിലേക്ക് ഏച്ചു കെട്ടുന്നതും ആ പ്രസ്താവനയുടെ ശരിയായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് തന്നെ മാറ്റുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങളെ ഞങ്ങൾ ശരിവെക്കുന്നില്ല. ആ വിമർശനങ്ങളെ ഞങ്ങൾ വളരെ പ്രധാനമായി ഗണിക്കുന്നുമില്ല. പ്രധാനമന്ത്രിയുടെ വിമർശനം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ള മുദ്രാവാക്യത്തിന്റെ അപകടത്തെ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹം രാജസ്ഥാനിലെ ബലോറിലാണെങ്കിലും ബർസ്വാനയിലാണെങ്കിലും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറയുന്നത്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പറയുന്നത്, അവർ അധികാരത്തിലേറി കഴിഞ്ഞാൽ അവർ ആദ്യം ഒരു ജാതി സെൻസസ് നടത്തും, സാമുദായിക സെൻസസ് നടത്തും. ആ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തുള്ള ഓരോ ജാതിയുടെയും സമുദായങ്ങളുടെയും പ്രാതിനിധ്യം എത്രയാണെന്ന് കണക്കാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇവിടെയുള്ള 90% ആളുകൾ SC, ST, OBC വിഭാഗത്തിൽ വരുന്നവരാണ്. എന്നാൽ രാജ്യത്തിന്റെ പൊതുവിഭവങ്ങളിൽ SC, ST, OBC വിഭാഗങ്ങൾക്ക് ഇത്രത്തോളം പ്രാതിനിധ്യം കിട്ടുന്നില്ല. ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സമുദായ സെൻസസ്, അതിനുശേഷം ഒരു ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ, അതിന്റെ അടിസ്ഥാനത്തിൽ വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ പ്രസ്താവന എത്രത്തോളം അപകടകരമാണ് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ വിഭവങ്ങളെ നമുക്ക് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുന്നത്? ഒരു രാജ്യത്തിന്റെ പൊതുവിഭവങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നോക്കൂ, ആ പ്രസ്താവന നടത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിക്കാണ് അത് വിശദീകരിക്കേണ്ട ബാധ്യതയുള്ളത്. കാരണം ഏതാണ്ട് 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണിത്. ഇത് പണ്ട് നെഹ്റുവിൻ്റെ കാലത്തെ സോഷ്യലിസം പറഞ്ഞിരുന്ന സമയത്തുള്ള ഒരു 30 ബില്യൺ അല്ല ഇപ്പോൾ നമുക്കുള്ളത്. നമ്മുടെ ഒരു എക്കോണമി എന്ന് പറയുന്നത് അങ്ങനെ അത്രയും വലിയൊരു സൈസിലേക്ക് മാറിക്കഴിഞ്ഞു. 30 ബില്യൺ എക്കോണമി അല്ല, ഇപ്പോൾ നമ്മളൊരു 4 ട്രില്യൺ എക്കോണമിയാണ്. ഈ രാജ്യത്താണ് നിങ്ങൾ എന്തിനെയാണ് വിഭജിക്കുന്നത് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത വരുന്നത്. കഴിഞ്ഞ ദിവസം ഹിന്ദുസ്ഥാൻ ടൈംസിൽ മോണിക്ക, അവരുടെ പേര് ഹെലൻ ആണെന്ന് തോന്നുന്നു, ഹൗ ടു മേക്ക് മണി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള സാമ്പത്തിക വിദഗ്ധ, അവർ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആശയം എത്രത്തോളം ഡേഞ്ചറസ് ആണ്, നമ്മളെ പോലെ വലിയൊരു രാജ്യത്ത് ഇത് എത്രത്തോളം അപ്രായോഗികമാണ്. നിങ്ങളിത് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? ആളുകളുടെ ഇൻകത്തെയാണോ അതോ ആളുകളുടെ അസറ്റ്സിനെയാണോ നിങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ഇൻകത്തെയാണ് നിങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെ? ഈ ആളുകളുടെ ഇൻകത്തെയാണോ, അവനവന്റെ വീട്ടിലെ സ്വർണ്ണത്തെയാണോ, അതോ രാജ്യത്തിന്റെ മിനറൽസും ഫോറസ്റ്റും രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ജനങ്ങൾക്ക് അവരുടെ മുന്നോട്ടുള്ള പോക്കിന് സർക്കാരിന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പണവും എല്ലാം ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ നേരിട്ട്. അങ്ങനെ ലീഗലായി സർക്കാരിന് കൈവെക്കാൻ കഴിയുന്നതിനെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്. താലിമാല എന്ന കൺക്ലൂഷനിലേക്ക് എങ്ങനെ എത്തും അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് എന്ന് നിങ്ങൾ പറയുന്നു? രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ താലിമാല എന്നുണ്ടായിരുന്നോ? രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ താലിമാല എന്നുണ്ടായിരുന്നോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്, കോൺഗ്രസിന്റെ സീനിയർ ആയിട്ടുള്ള അഡ്വൈസറാണ്, എന്താണ് ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാനാണ് ശ്രീമാൻ സാം പിത്രോദ. സാം പിത്രോദ ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന എന്താണ്? അമേരിക്കയിലെല്ലാം ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന രീതിയിലുള്ളൊരു ടാക്സ് ഉണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 10 ബില്യൺ രൂപയുടെ ആസ്തി ഉണ്ടെങ്കിൽ അയാളുടെ മൊത്തം ആസ്തിയും അയാളുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടില്ല. അതിൽ 55% ടാക്സ് ആയിട്ട് ഗവൺമെന്റ് പിടിക്കും. ബാക്കി 45% മാത്രമേ അയാളുടെ പിന്തുടർച്ചാവകാശികൾക്ക്, അയാളുടെ അടുത്ത തലമുറയ്ക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ആശയമില്ല. നമ്മൾ അത്തരത്തിലൊരു ആശയം കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ ഒരാൾ 10 കോടി രൂപ ഉണ്ടാക്കി മരിച്ചാൽ അയാളുടെ 10 കോടി രൂപയും കിട്ടുന്ന അയാളുടെ കുടുംബാംഗങ്ങൾക്കാണ്. ഇയാളെ വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള സൊസൈറ്റിക്ക് അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ഒരു അധ്വാനവും സഹിക്കാത്ത ഇയാളുടെ കുടുംബാംഗങ്ങൾ ഈ പണം മുഴുവൻ കൊണ്ടുപോകുന്നു. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇൻഹെറിറ്റൻസ് ടാക്സ് പോലത്തെ ഒരു ആശയം കൊണ്ടുവന്നുകൂടാ? അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആശയത്തെ വിശദീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ സാം പിത്രോദയാണ് പറയുന്നത്, നാളെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന സാഹചര്യമല്ല ഉണ്ടാവുക. ഈ പറയുന്ന അൾട്രാ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആശയമാണ്. എല്ലാ വെൽത്തിന്റെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ ജീവിതകാലത്ത് ഉണ്ടാക്കുന്നതോ ആർജിക്കുന്നതോ ആയിട്ടുള്ള സ്വത്തിന്റെ പോലും കസ്റ്റോഡിയൻ യഥാർത്ഥത്തിൽ അയാളല്ല, സ്റ്റേറ്റ് ആണ്. അത് ഏത് സമയത്തും സൊസൈറ്റിക്ക് വേണ്ടി സ്റ്റേറ്റിന് കൺഫിസ്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അർബൻ നക്സൽ മുദ്രാവാക്യങ്ങൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നു. രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നു. ഏപ്രിൽ 7 ഹൈദരാബാദിൽ വെച്ച് പരാമർശം നടത്തുന്നു. അത് അവരുടെ പ്രകടന പത്രികയിൽ എവിടെയും പറഞ്ഞിട്ടുള്ള ഒന്നല്ല. രാഹുൽ ഗാന്ധി പല പരാമർശങ്ങൾ നടത്തുന്നു, നരേന്ദ്രമോദി പല പരാമർശങ്ങൾ നടത്തുന്നു. ഇത് രാജ്യത്ത് നിയമമായി വരാൻ പല കടമ്പകളുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കും, നിങ്ങളുടെ താലിമാലകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന കൺക്ലൂഷനിലേക്ക് വരികയും ആധികാരികമായി അത് പറയുകയും ചെയ്യുമ്പോൾ അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം പറഞ്ഞവർക്ക് മാത്രമല്ല വ്യാഖ്യാനിച്ചവർക്കുമുണ്ട്. അതില്ലാതെ പോകുന്നത് എങ്ങനെയാണ്? അതില്ലാതെ പോകുന്നത് അവിടെ രാഷ്ട്രീയ ലാഭം എന്നിടത്തേക്ക് കണ്ണുവെക്കുന്നത് കൊണ്ടാണ്. നോക്കൂ, ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സംസാരിക്കുക. അല്ലാണ്ട് രാഷ്ട്രീയ ലാഭം ഇല്ലാതെ അല്ലല്ലോ ആളുകൾ സംസാരിക്കുക. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയം സംസാരിക്കാമെന്ന് പറഞ്ഞതുപോലെ ഇതിലെന്ത് രാഷ്ട്രീയം? നോക്കൂ, ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് ഇടപെടാതിരിക്കൂ. അതായത് നരേന്ദ്രമോദി സാധാരണ ജനങ്ങൾക്ക് ഈ കോൺഗ്രസ് പറയുന്ന വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാകുന്ന മട്ടിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുന്നുണ്ട്. അവരുടെ എക്കോണമി എന്ന് പറയുന്ന ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്ററിൽ ഇക്വിറ്റി എന്ന് പറയുന്ന ആശയം മുഴുവൻ എങ്ങനെയാണ് ഈ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ. ജാതി സെൻസസ് നടത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ ഇതിന്റെ പദ്ധതി വിശദീകരിക്കുന്നു. ഞങ്ങൾ ജാതി സെൻസസ് നടത്തും, അതിനുശേഷം ഫിനാൻഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവേ നടത്തും, അതിന്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായിട്ട് സ്വത്തുകൾ ഞങ്ങൾ ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ഇവരുടെ സ്വത്തിലേക്ക് പരിവർത്തനപ്പെട്ടു. ശ്രീ ശങ്കുട്ടിദാസ് പെട്ടെന്ന് നല്ല മെയ്വഴക്കത്തോടെ, നേരത്തെ പറഞ്ഞത് റിസോഴ്സ് എന്നാണ്, സ്വത്തിലേക്ക് പരിവർത്തനപ്പെട്ടു പെട്ടെന്ന്. നോക്കൂ, കോൺഗ്രസിന്റെ സീനിയർ നേതാവായിട്ടുള്ള ജയറാം രമേശ് സാം പിത്രോദയെ പറ്റി പറഞ്ഞത്, സാം പിത്രോദ ഇസ് അവർ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തള്ളി പറയുമ്പോൾ പോലും സാം പിത്രോദ ആരാണെന്ന കാര്യം അവർക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നില്ല. ഓവർസീസ് കോൺഗ്രസിന്റെ നേതാവാണ്, രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ അഡ്വൈസർ ആയിട്ടുള്ള ആളാണ് സാം പിത്രോദ. ആ സാം പിത്രോദ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റിന് ഒരു ഘട്ടവും കൂടി കടന്നു പറയുന്നു. എന്താണ്? ഞങ്ങൾ ഇവിടെ ആളുകളുടെ സ്വത്തിനെ തന്നെയാണ് വിഭജിക്കാൻ പോകുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് 10 കോടിയാണെങ്കിൽ 10 കോടിയിൽ 55% കോൺഗ്രസിന്റെ ഫിലോസഫറാണ്, ഗൈഡാണ്, ഫ്രണ്ടാണ്, രാജ്യത്തിന്റേതല്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് സ്വന്തമായ രാജ്യത്തിന്റെ സാമ്പത്തിക നയം തീരുമാനിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതിന് അപ്പുറത്തേക്ക് കടന്നുകൊണ്ടേന്നൊന്നും രാഹുൽ ഗാന്ധി പോലും സർക്കാരിന്റെ അധികാര വ്യവസ്ഥയിൽ നിന്നുകൊണ്ടല്ല, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിലാണ് പറയുന്നത്. പ്രധാനമന്ത്രി പറയുന്നത് രാഷ്ട്രീയ നേതാവായി നിന്നുകൊണ്ട് മാത്രം പറയാനുള്ള ആളല്ല. അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. നുഴഞ്ഞുകയറ്റക്കാരെന്ന്, കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നവർ എന്ന് ഒക്കെ ആരെങ്കിലും ഒക്കെ വിശദീകരിക്കുന്ന ആള് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അവരുടേതു കൂടിയായ പ്രധാനമന്ത്രിയാണ് എന്നിടത്താണ് പ്രശ്നം. രാഹുൽ ഗാന്ധി മോദിക്ക് സമനല്ല നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്നുള്ളിടത്താണ് വിമർശനം വരുന്നത്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് സാം പിത്രോദ പറഞ്ഞു. ആരാണ് ഈ സാം പിത്രോദ? അദ്ദേഹം കോൺഗ്രസിന്റെ ഗൈഡാണ്, ഫ്രണ്ടാണ്, ഫിലോസഫറാണ്, രാജ്യത്തിന്റെ ആരാണ്? ശരി, ഇപ്പൊ സാം പിത്രോദ ആരുമല്ല. പക്ഷെ സാം പിത്രോദയാണ് കോൺഗ്രസിന്റെ നയം, UPA സർക്കാരിന്റെ 1-2 കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ നിർണായകമായിട്ടുള്ള നയങ്ങളൊക്കെ രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആള്. ഈ പറയുന്ന MGNREGA പോലെ അല്ലെങ്കിൽ ആധാർ പോലെയുള്ള കാര്യങ്ങളുടെ എല്ലാം നയം രൂപീകരിക്കുന്ന നാഷണൽ അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായിരുന്ന ആളാണ് സാം പിത്രോദ. കോൺഗ്രസ് അധികാരത്തിൽ ഏറി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നയരൂപീകരണ സഭകളിൽ നിർണായകമായിട്ടുള്ള സ്ഥാനവും പ്രാതിനിധ്യവും ഉണ്ടാകാൻ പോകുന്ന ഒരാളാണ്. നമ്മുടെ ജനാധിപത്യത്തെ, പാർലമെന്ററി വ്യവസ്ഥയെ, നമ്മുടെ പാർലമെന്റിൽ
വീട്ടിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യവും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സാംബിത് റോയയെ വല്ലാതെ അങ്ങ് ആശ്രയിക്കരുതേ. ശ്രീ ശങ്കുട്ടിദാസ്. ഈവൻ രാഹുൽ ഗാന്ധി പറഞ്ഞതാണെങ്കിലും ശരി, അദ്ദേഹം ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കപ്പെടുന്ന ഒരാൾ എന്ന് നിങ്ങൾ തന്നെ പറയുന്നത് പോലെ അദ്ദേഹത്തെ ശരി നിങ്ങൾക്ക് ആശ്രയിക്കാം. പക്ഷെ സാംബിത് റോയയെ ആശ്രയിക്കുക, അദ്ദേഹം കടത്തി പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത് കുറച്ച് കടന്ന കൈയായി പോകും എന്ന് പറഞ്ഞു വെക്കുന്നു. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ എ സമ്പത്ത്, ഭരിച്ച കാലത്ത് ഈ പറയുന്ന ഭരണഘടനാപരമായിട്ടുള്ള സമിതികൾക്കെല്ലാം മുകളിൽ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി, സോണിയാഗാന്ധി അധ്യക്ഷയായിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിക്ക് പ്രധാനമന്ത്രിയുടെ മുകളിൽ അധികാരം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ ഭരണവ്യവസ്ഥയിൽ അത് നടന്നത്? അത് സംവരണം അടക്കമുള്ള വിഷയങ്ങളൊന്നും പാർലമെന്റിൽ അല്ലാതെ ഈ പറയുന്ന ഒരു കമ്മിറ്റികളിലും തീരുമാനം എടുക്കാനും മാറ്റാനും കഴിയില്ല എന്ന് ശ്രീ ശങ്കുട്ടിദാസിന് അറിയാം.